ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ പൂച്ചയാണ്. ഇതിൻ്റെ പേര് ചാരു. ഇതിൻ്റെ അനിയനാണ്. ഇവൻ്റെ പേര് കാശി. അങ്ങനെ തലോടി കൊടുക്കുന്നത് ചാരുവിന് ഭയങ്കര ഇഷ്ടമാണ്. ചാരു എന്നുള്ളതിൻ്റെ അർത്ഥം എൻ്റെ അച്ഛൻ പറഞ്ഞ് നല്ല ഭംഗിയുള്ളതാണ്. ഞങ്ങളെ കാലിലൊക്കെ വന്ന് ചാരി നിൽക്കുന്നതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ചാരു എന്ന് വിളിക്കും. ചാരു ഇപ്പം നോക്കുന്നത് സൈതാത്തൻ്റെ വീട്ടിലത്തെ പൂച്ചകളെയാണ്. വേറെ പൂച്ചകളൊന്നും കണ്ട് ചാരുവിന് പരിചയമില്ല. കണ്ട ഫ്രണ്ട്സ്, ആ പൂച്ചകൾ വരുമ്പോൾ ചാരുവിന് പേടിയാവുന്നുണ്ട്. ചാരു ചെറിയ കുട്ടിയാകുമ്പോഴാണ് ഞങ്ങളുടെ കൈമ കിട്ടിയത്. ഇതിനെന്തോ ജീവികൾ ഓടിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഓടി വന്നതാണ്. ചാരുവിൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടോയെന്ന് ചാരുവിന് അറിയില്ല. ഇത് ചാരുവിൻ്റെ കസാല കൊണ്ട് ഇത് ഞങ്ങൾ ചാരു കസാല എന്നാണ് വിളിക്കുക. ചാരു എപ്പോഴും ഈ കസാലയിൽ വന്നിട്ടാണ് ഇരിക്കുക. ചില ദിവസം ചാരു ഈ കസാലയിൽ കിടന്ന് ഉറങ്ങല്. എൻ്റെ വീട്ടിലത്തെ എല്ലാവർക്കും ചാരുവിനെ ഇഷ്ടമാണ്. എൻ്റെ അച്ഛന് പേടിയാണ്. ഇത് ഞങ്ങൾ ചാരുവിന് കളിക്കാൻ കയറ് കെട്ടി തൂക്കിയിട്ടാണ് അവൾ അതിൻ്റെ മുകളിൽ തട്ടി കളിക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പൂച്ചകൾ ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിൽ പൂച്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഞങ്ങളുടെ ഇടവഴിയാണ്. ഇതിൽ കൂടിയാണ് ചാരു പേടിച്ച് ഓടി വന്നത്. എവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വന്നേന്. ഇത് ചാരു വന്നപ്പോൾ ഉള്ള ഫോട്ടോയാണ്. അപ്പോൾ ഇത് മെലിഞ്ഞിട്ടായിരുന്നു. ഇത് ചാരു കസാലയിൽ കാശി വന്നിരുന്നപ്പോൾ ചാരുവിന് ദേഷ്യം പിടിച്ചിട്ടാണ് ചാരു മാന്തണത്. ചാരു കസാരയിലേക്ക് ചാടാൻ നോക്കുന്നതാണ് അവളിപ്പോൾ കാണുന്നത്. അത് കാശീനെ വല്ല മാന്താനും നോക്കുന്നുണ്ട്. അതിന് തീരെ ഇഷ്ടമായില്ല കാശി അതിൻ്റെ മുകളിൽ കയറി കുത്തിരുന്നത്. അപ്പം അച്ഛമ്മ വന്ന് പറഞ്ഞു പോയി, ട്രൗസറും കീറും മോനേന്ന്. കാശി മൊബൈലിൽ കളിക്കുകയാണ്. എന്നാലും കാശി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ആദ്യം കാശിക്ക് ചാരുവിനെ വലിയ പേടിയായിന്. ഇപ്പം അത്ര പേടിയൊന്നുമില്ല. ചാരു ഇങ്ങനെ ഇടക്കിടക്ക് മുറ്റത്ത് കൂടിയോ എല്ലൂടെയൊക്കെ ഓടി നടക്കും. എൻ്റെ ചാരുവിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ.